പാകിസ്ഥാൻ വലിയ രീതിയിലുള്ളൊരു അച്ചീവ്മെൻ്റാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് അത്ര നല്ലൊരു അച്ചീവ്മെൻ്റ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ടെററിസത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഒരു അച്ചീവ്മെൻ്റ് നേടിയിരിക്കുന്നത്. അതും രണ്ടാം സ്ഥാനത്തേക്കൊരു വൻ കുതിച്ചു ചാട്ടമായിരുന്നു. ഒരുപക്ഷെ നമുക്കതൊരു തമാശയായിട്ട് തോന്നും. കാരണം നമ്മളുടെ ഇന്ത്യ ഇത്ര വലിയൊരു പോപ്പുലേഷൻ വെച്ചിട്ട് പല കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതായത് പലപ്പോഴും അമേരിക്ക ആയിക്കൊള്ളട്ടെ, ബ്രിട്ടൻ ആയിക്കൊള്ളട്ടെ, വികസിത രാജ്യങ്ങളുമൊക്കെ ഇത്രയും ജനസംഖ്യയുള്ള ഇന്ത്യ പലപ്പോഴും ഒരു താഴ്ത്തിക്കെട്ടിയ രീതിയിലൊക്കെ അവരുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കാർട്ടൂൺസൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇന്ത്യ ബഹിരാകാശത്തേക്ക് കുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പേസ് ഏജൻസി ഏതെങ്കിലും ഒരു കാര്യത്തിൽ അച്ചീവ്മെൻറ്റ് നേടുമ്പോഴൊക്കെ അതിനോട് ഒരിക്കലും സഹിഷ്ണുത ഇല്ലാത്ത രീതിയിലുള്ള കാർട്ടൂൺസൊക്കെ പല യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പാകിസ്ഥാൻ്റെ കാര്യം പറയുമ്പോൾ പാകിസ്ഥാൻ തീവ്രവാദത്തിലാണ് രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുന്നത്. സമീപകാലത്ത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വകാര്യ സംഘടന ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി, അല്ലെങ്കിൽ ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ 17 വർഷത്തിൻ്റെ ഇടയ്ക്ക് ലോകത്ത് തീവ്രവാദം മൂലം ഏറ്റവും നാശം അനുഭവിക്കുന്ന രാജ്യങ്ങൾ, അത്തരത്തിലൊരു പഠനമാണ് അവർ പുറത്ത് വിട്ടത്. അപ്പോൾ ഈ ഒരു പഠനപ്രകാരം ലോകത്തിപ്പോൾ ഏറ്റവും അധികം തീവ്രവാദം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു രാജ്യം, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ബുർക്കിനോ ഫാസോയാണ്. ബുർക്കിനോ ഫാസോയിൽ ഒത്തിരി തീവ്രവാദ സംഘടനകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ്. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുടെ അയൽരാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഷഹബാസ് ഷെരീഫിനോട് നന്ദി പ്രകടിപ്പിക്കുകയുണ്ടായി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അഫ്ഗാനിസ്ഥാനിലെ ഒരു എയർപോർട്ട് തീവ്രവാദി ആക്രമണം നടക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട്, അതായത് താലിബാൻ പ്ലോട്ട് ചെയ്ത ഒരു ബോംബിങ്ങിൽ 13 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒപ്പം തന്നെ 100-ലധികം വരുന്ന ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾക്കും ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി അവിടെ. അപ്പോൾ ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയെ പാകിസ്ഥാൻ ഗവൺമെൻറ് അമേരിക്കയ്ക്ക് കൈമാറിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ നന്ദി സൂചകമെന്നോണാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോട് നന്ദി അറിയിച്ചത്. മാത്രമല്ല, ഈ ഒരു നന്ദി അറിയിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ വേറെ ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് അമേരിക്കൻ ഗവൺമെൻറ് പരിഗണിക്കാൻ പോകുന്ന ഒരു ട്രാവൽ ബാൻ, അതായത് ഏത് നിമിഷം വേണമെങ്കിലും ഇമ്പോസ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പൗരന്മാർക്ക് മേലെ. അതായത് അവർക്ക് മുൻകാലങ്ങളിലെ പോലെയൊക്കെ ഇനി സുഗമമായിട്ട് അമേരിക്കയിൽ പോയിട്ട് ഒരു സിറ്റിസൺഷിപ്പ് നേടാനും അവരുടെ ജീവിതം അവിടെ പച്ചപിടിപ്പിക്കാനൊന്നും ഇനി സാധ്യമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ടെററിസം തന്നെയാണ്. നിലവിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് ഇപ്പോൾ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് TTP എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഭരണം നടത്തുന്ന താലിബാൻ്റെ പാകിസ്ഥാൻ ഘടകമാണ് തെഹരീക്കെ താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP എന്ന് പറയുന്ന സംഘടന. ഈ ഒരു സംഘടനയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണിപ്പോൾ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ യുവാക്കളൊക്കെ ഈ ഒരു സംഘടനയിലേക്ക് ആകൃഷ്ടരാകുന്നു. മാത്രമല്ല, സൂയിസൈഡ് ബോംബിങ്ങും മറ്റും ഏർപ്പെടുന്നു. പാകിസ്ഥാൻ്റെ ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ പ്രവിശ്യ എന്ന് പറയുന്നത് ഖൈബർ പഖ്തൂൺഖ്വ, അതുപോലെ തന്നെ ബലോചിസ്ഥാൻ നേരത്തെ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ഒരു തലവേദനയായിട്ട് നിൽക്കുന്ന പ്രദേശമാണ്. കാരണം ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഘടന അവിടെ വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ വിപ്ലവ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സായുധ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല പാകിസ്ഥാനിൽ നിന്ന് വിഭിന്നമായി അല്ലെങ്കിൽ മാറി നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് കുർദിസ്ഥാൻ, ഇപ്പോൾ തുർക്കിയുടെയും ഇറാഖിൻ്റെയും ഒക്കെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമായിട്ടുള്ള കുർദുകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖല സമാനമായ രീതിയിൽ സ്വതന്ത്ര രാജ്യം വേണം എന്നൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സായുധ വിപ്ലവം നടത്തുന്നുണ്ട്. ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രദേശമാണ് ഈ ബലോചിസ്ഥാൻ എന്ന് പറയുന്നത്. അതായത് തുർക്കിക്കും ഇറാഖിനുമൊക്കെ കുർദിസ്ഥാൻ മേഖല ഏത് രീതിയിലൊരു തലവേദനയാണോ, ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു മേഖല, ബലോചിസ്ഥാൻ മേഖല, പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് തലവേദനയായിട്ട് നിൽക്കുന്നത്. ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമിയും അതുപോലെ തന്നെ TTPയും ഇപ്പോൾ ഒന്നിച്ചാണ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുദിനം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ ആർമിക്ക് നേരെ ഈ ഒരു പ്രദേശങ്ങളിൽ നടക്കുന്നത്. അനവധി സൈനികരുടെ ജീവനും മറ്റും ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാൻ്റെ എക്കണോമി എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ഒരു ഭദ്രമായിട്ടുള്ളൊരു എക്കണോമിയല്ല. കാരണം പാകിസ്ഥാനിൽ നിന്ന് അനുദിനം അനവധി മനുഷ്യരാണ് പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വെളിയിലേക്ക് പോകുന്നത്.
ഈ പോകുന്ന മനുഷ്യരൊക്കെ അധികവും ചെന്ന് അവരുടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നത് യൂറോപ്പാണ്, അതുപോലെ തന്നെ അമേരിക്കയും. അപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള ചെറുപ്പക്കാരുടെയും മറ്റും ഒരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ പല സ്ട്രീറ്റ് ഇൻ്റർവ്യൂസിലുമൊക്കെ ഇത്തരത്തിൽ അവിടെ ചെന്ന് കുടിയേറി പാർത്ത ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും തങ്ങളിനി പാകിസ്ഥാനിലേക്ക് തിരികെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ആളുകളൊക്കെ പ്രതികരിക്കുന്നത്. അപ്പോൾ ഒരു തീവ്രവാദം ഒരു രാജ്യത്തിനെ ഏത് രീതിയിൽ നശിപ്പിക്കപ്പെടും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തിനെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.